നിയമപരമായി തന്നെ നേരിടും. പിന്നെ ഇതിനോടുള്ളൊരു എതിർപ്പുണ്ട് നമുക്ക്. കാരണം എപ്പോഴും ഈ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര എന്ന് പറയുന്നുണ്ട്. ഇര എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ആ രണ്ട് വ്യക്തികളിൽ ശരിയും തെറ്റും രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഒരാൾ എങ്ങനെ ഇരയായി മാറുന്നു, മറ്റൊരാൾ എങ്ങനെ? അപ്പം അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പൊ ബെയിൽ പോലും റിജക്ട് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചത്, അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിലെ പോലീസ് വന്നു ഗാഡ്ജറ്റ്സുകൾ എടുത്ത് മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അല്ല, അത് ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിന്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒന്നും അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ഉള്ളൊരു അവസരമില്ല. അപ്പൊ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും. അപ്പം അത് എന്തായാലും നമ്മൾ